നമ്മളിൽ ഓരോരുത്തരും ഇരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ സ്കില്ല് എല്ലാ മേഖലയിലും നമുക്ക് ആവശ്യമാണ്. ഈ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെടുന്ന ഏത് മേഖലയിലും വലിയ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ സ്കില്ല് ഇല്ലെങ്കിലോ, നിങ്ങൾ എത്രമാത്രം പ്രയത്നിച്ചാലും ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നതല്ല. ഈ സ്കില്ല് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പരിപൂർണമായ ശ്രദ്ധ നിലനിർത്തി കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നതാണ്. മനസ്സിനെ ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിപൂർണമായും കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് പ്രവൃത്തി ചെയ്യുവാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ സന്തോഷവും സമാധാനവും വിജയവും നിങ്ങൾക്കില്ല തന്നെ. അപ്പോൾ എങ്ങനെ മനസ്സിനെ നമുക്ക് ഫോക്കസോടുകൂടെ ചെയ്യുന്ന കാര്യത്തിൽ നിലനിർത്തി പ്രസൻറ്റിൽ നിലനിർത്തി ജീവിതത്തിലെ ഓരോ നിമിഷവും മനോഹരമാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മനസ്സ് എപ്പോഴും കഴിഞ്ഞ കാലത്തിൽ, വരാനിരിക്കുന്ന കാലത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും നമ്മൾക്ക് ഒരു സമാധാനം അനുഭവപ്പെടുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ, ഉള്ളിൽ വല്ലാത്ത സന്തോഷം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മനസ്സ് ഈ നിമിഷത്തിലായിരിക്കും. അല്ലാത്തിടത്തോളം സമയത്തൊക്കെ മനസ്സ് ഭാവിയിലും കഴിഞ്ഞ കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട കഥകൾ സൃഷ്ടിക്കുന്നതിലും തിരക്കിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ തിരക്കിട്ട് പോകുന്ന മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തി ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ സാധിച്ചാൽ ആ നിമിഷം ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു നിമിഷമാവുന്നു. അപ്പോൾ എങ്ങനെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്താം? നമുക്കറിയാം, ചിന്തകൾ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ വർഷങ്ങളായി അറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചിന്തകൾ. ഈ ചിന്തയെ നമ്മൾ പിടിച്ച് നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം ശ്രമിച്ചാലും നിൽക്കുകയില്ല എന്നതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെന്താ ഒരു വഴി? ശാന്തമായ മനസ്സ് സൂക്ഷിക്കുന്നതിന് എന്താണ് ഒരു വഴി? ശ്രദ്ധയെ ഈ നിമിഷത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ ആർക്കൊക്കെയാണോ അതിന് സാധിക്കുന്നത് അവർക്കൊക്കെ ജീവിതത്തിൽ വിജയമുണ്ട്. എന്നാൽ മനസ്സ് നിലനിർത്താൻ പറ്റാതെ എപ്പോഴും തിരക്ക് പിടിച്ച ചിന്തകളുടെ ഒരു കൂമ്പാരമാണ് മനസ്സെങ്കിൽ അവർക്ക് പരാജയങ്ങളും അടിക്കടി നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം പ്രാധാന്യമുണ്ട് മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുന്നതിന്. മനസ്സിനെ പ്രസന്റ് മൊമെന്റിൽ നിലനിർത്തുന്നതിന്, ചെയ്യുന്ന കാര്യങ്ങളിൽ പരിപൂർണമായ ശ്രദ്ധ നിലനിർത്തുന്നതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, മെൻ്റൽ പീസ്, ഫോക്കസ്, കോൺസെൻട്രേഷൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള കഴിവ്, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനുള്ള കഴിവ്, ചെല്ലുന്ന ഭാഗത്തൊക്കെ ഒരു സമാധാനവും സന്തോഷവും നൽകുന്നതിൻ്റെ കഴിവ്, ഇതൊക്കെ വർദ്ധിക്കും. എപ്പോഴും മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാൻ ആർക്കും താല്പര്യമില്ല. മനസ്സിൽ ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ സാധിക്കില്ല. മനസ്സ് ചിന്തകളിലൂടെ മനസ്സിൻ്റെ എനർജി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാനസികോർജം ഉപയോഗിച്ച് നമുക്കൊന്നും നേടുവാനും സാധ്യമല്ല. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുണ്ട് മനസ്സിനെ ചെയ്യുന്ന കാര്യത്തിൽ നിലനിർത്തുക എന്നത്. ചില ടിപ്പുകൾ കേട്ട് അത് മാത്രം മതി എന്ന് ചിന്തിച്ചാലും നമുക്ക് സാധ്യമല്ല മനസ്സിൽ നിയന്ത്രിക്കാൻ. ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരു പക്ഷേ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം ലഭിക്കാം, താൽക്കാലികമായിട്ട് നമുക്ക് നിലനിർത്താൻ സാധിച്ചേക്കാം. എന്നാൽ നമുക്ക് അതിനപ്പുറം പോകേണ്ടതുണ്ട്. ഏത് നിമിഷത്തിലും
ഏത് സന്ദർഭത്തിലും, ഏത് തിരക്കിലൂടെയും, ഏത് പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു കപ്പാസിറ്റി നേടിയെടുക്കുന്നതിന് നമുക്ക് അല്പം ശ്രമവും ട്രെയിനിങ്ങും ആവശ്യമാണ്. അതിനുള്ള ചില വഴികളിലേക്ക് നമുക്ക് കടക്കാം. പലപ്പോഴും നിങ്ങളിൽ ചില ആളുകളൊക്കെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. നല്ല കാര്യം. അതുപോലെ മനസ്സിനെ നിരീക്ഷിക്കുക, ജേർണലിംഗ്, ഇങ്ങനെയുള്ള പലതും ചെയ്യുന്നുണ്ടാവാം. തീർച്ചയായിട്ടും അതൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെ. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായി നടക്കുന്ന ശ്വാസത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങളിൽ സ്വാഭാവികമായി നടക്കുന്ന ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് വരുന്നതും അത് പുറത്തോട്ട് പോകുന്നതും, ശ്വാസകോശത്തിൽ നിറയുന്നതും പുറത്തോട്ട് പോകുന്നതും ഒന്ന് ഒരു സാക്ഷിയെ പോലെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എത്ര തിരക്കിട്ട സന്ദർഭത്തിലാണെങ്കിലും മനസ്സിന് ഒരു സൂക്ഷ്മമായ ഒരു ബാലൻസ് ലഭിക്കുന്നതായിരിക്കും. കാരണം ശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവൻ നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്വാസം നിലച്ചാൽ പിന്നെ അവിടെ ജീവനില്ല. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ മനസ്സ് മറ്റുള്ള ചിന്തകളും പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസത്തേക്ക് ഒന്ന് എണ്ണി നോക്കുക. 1 മുതൽ 10 വരെ, 50 വരെ, 100 വരെയൊക്കെ ഒന്ന് സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ശാന്തമായി ഒബ്സർവ് ചെയ്ത് എണ്ണി നോക്കാം. ഇത് നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നതിന് വളരെയധികം സഹായിക്കും. പിന്നെ മറ്റൊന്നാണ്, ശരീരത്തേക്കൊന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളെ, ശരീരത്തിലെ സെൻസേഷനെ തല മുതൽ കാൽവിരലുകൾ വരെ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ മനസ്സുകൊണ്ട് ഈ ശരീരത്തെ ഒന്ന് അനുഭവിക്കുക, ഒന്ന് ഫീൽ ചെയ്യുക. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നെറ്റിത്തടത്തിലേക്കാവാം, കൈകളിലേക്കാവാം, കാലുകളിലേക്കാവാം. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയൊക്കെ ഒന്ന് കൊണ്ടുവരുന്ന സമയത്തും മനസ്സിന് അല്പം ബാലൻസ് ലഭിക്കുകയും ഫോക്കസ് ചെയ്ത് ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇതിനും കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരം. ശരീരമില്ലെങ്കിൽ ജീവനില്ല. അപ്പോൾ മനസ്സിൻ്റെ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മനസ്സ് അതിൻ്റെ മറ്റുള്ള അസ്വസ്ഥതകളും അനാവശ്യ ചിന്തകളും ഇമാജിനേഷനുകളൊക്കെ മാറ്റി ഈ നിമിഷത്തിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരുവാനും അനാവശ്യമായിട്ടുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാനും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും. ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് വലിയ എഫേർട്ടിൻ്റെ ആവശ്യമില്ല. ഏത് നിമിഷത്തിലും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, നമ്മളെപ്പോഴും ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അറിയാതെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഓവർ തിങ്കിങ് എന്നൊക്കെ പറയും. നെഗറ്റീവ് തിങ്കിങ് എന്നോ ഓവർ തിങ്കിങ് എന്നോ അമിത ചിന്ത എന്നൊക്കെ നമുക്ക് ഇതിന് പറയാം.
പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്താണ് നമ്മുടെ ഈ ചിന്ത കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അത് നമ്മളറിയാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചിന്തിക്കേണ്ട എന്ന് ചിന്തിച്ചാലും ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ എവിടെയാണ്, ഏത് സ്ഥലത്താണ്, എപ്പോഴാണ്, ഏത് സമയമാണെന്ന് എന്നൊന്നും ഉള്ള കാര്യങ്ങളിലൊന്നും ബോധമില്ലാതെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ചിന്തയെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ഇങ്ങനെ ചിന്തയെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്കൊരു ബാലൻസ് ഒക്കെ ലഭിക്കും. അത് തുടക്കത്തിൽ ലഭിച്ചു കൊള്ളണമെന്നില്ല. എന്നാലും നമ്മൾ നിരന്തരം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിനും ഈ പറഞ്ഞതുപോലെ നമുക്ക് അല്പം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാവുന്നതാണ്. വലിയ തിരക്കില്ലാത്ത സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? വെറുതെ ഒന്ന് ഒരു സാക്ഷിയെ പോലെ നിങ്ങളൊന്ന് നിരീക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയത്ത് അവരെ നിരീക്ഷിക്കില്ലേ? അല്ലെങ്കിൽ ചുറ്റുമുള്ള ചില ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കാറില്ലേ? അതുപോലെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? വെറുതെ ഒന്ന് ചുമ്മാ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. ഇത് ചിന്തകളിൽ മേലൊരല്പം നിയന്ത്രണം കൊണ്ടുവരുന്നതിന് സഹായിക്കും. പലപ്പോഴും നമ്മുടെ ചിന്തകൾ നമ്മൾ അറിയാതെയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രണം ലഭിക്കില്ല. എന്നാൽ ഇങ്ങനെ നിരീക്ഷിക്കുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ചിന്തകളെ സ്വാധീനിക്കുവാനും നമുക്ക് ആവശ്യമുള്ള ചിന്തകളെ ചിന്തിക്കുവാനും നമുക്ക് സാധിക്കും. ഇൻകമിംഗ് കോൾ, ഔട്ട് ഗോയിങ് കോൾ എന്നൊക്കെ പറയും മൊബൈൽ ഫോണിൽ. എപ്പോഴും ഇൻകമിംഗ് ആണ്. ഇൻകമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നടക്കുന്ന ഈ ചിന്തകൾ ആണ് കൂടുതലും. എന്നാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഔട്ട് ഗോയിങ്, അതായത് ചിന്തകളെ നമ്മൾ തന്നെ സൃഷ്ടിക്കുക. നമുക്ക് അനുകൂലമായിട്ടുള്ള ചിന്തകളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ നിരന്തരം നമ്മൾ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുവാൻ സാധിക്കും. ചിന്തകളുടെ മേലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും. പ്രസന്റ് മൊമെന്റിൽ കൂടുതൽ നമുക്ക് അവെയറായി നിലനിൽക്കുവാൻ സാധിക്കും. അപ്പോൾ ചിന്തയെ നിരീക്ഷിക്കുക എന്നൊരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക. അത് ഇടയ്ക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിനും പ്രത്യേകിച്ച് സമയം ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളൊന്ന് നിങ്ങൾ ഒരാഴ്ച, 2 ആഴ്ച ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രസന്റ് മൊമെന്റിൽ നിലനിൽക്കുവാൻ സാധിക്കും. ഇനി ഇതിനോടനുബന്ധിച്ച ചില കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സമയമൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഇൻഫർമേഷൻ, അറിവുകൾ നമ്മളിലേക്ക് വരുന്നത്. കണ്ണിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളിലൂടെയുമാണ് നമ്മളിലേക്ക് ഇൻഫർമേഷൻ വരുന്നത്. ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആകുന്ന സമയത്ത് മനസ്സ് ചിന്തിച്ചു കൂട്ടുന്ന പ്രോസസ്സ് കുറയും. ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് അല്ലെങ്കിൽ മനസ്സ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഞാനത് ചില ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ കണ്ടുകൊണ്ട് കാണുന്ന കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ചിന്തകളുടെ ശക്തി കുറയും. അല്ലെങ്കിൽ ചെവി, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ കൊടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചെവിയിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ആ ചെവിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്ത മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച്, നാളെയെക്കുറിച്ച്, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും ചിന്തിച്ചു കൂട്ടില്ല. എന്നാൽ ഈ ചിന്തകൾ ഉള്ളിൽ നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണില്ല. ചില വ്യക്തികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില വ്യക്തികൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഒരു ഹായ്, ഹലോ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ചിന്ത ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവർ പോകുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മൾ അവരെ കാണുന്നില്ല. പിന്നീട് അവർ ഫോൺ ചെയ്തിട്ട് മെസ്സേജ് അയക്കി ചോദിക്കുന്നു, എന്ത് പണി കാണിച്ച് ഞാൻ നിങ്ങളെ വിഷ് ചെയ്തില്ലേ, നിങ്ങളെന്താ സംസാരിക്കാത്തത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അപ്പോഴാണ് നമ്മൾ ചോദിക്കുക, അയ്യോ അങ്ങനെ ഉണ്ടായോ, എപ്പോഴായിരുന്നത്? ഈ കണ്ണുകൊണ്ട് കണ്ടു, പക്ഷെ അവിടെ ആ കണ്ണെന്ന ഇന്ദ്രിയം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട്, മനസ്സ് അവിടെ ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്കവിടെ കാണുവാൻ സാധിച്ചില്ല. എന്നാൽ നമ്മൾ ആ വ്യക്തി വരുന്നത് കൃത്യമായിട്ട് നമ്മൾ കാണുന്നു, അദ്ദേഹത്തോട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഈ ചിന്തകൾ അവിടെ നടക്കുന്നില്ല. മനസ്സ് അവരെ അവിടെ ആക്റ്റീവ് അല്ല. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ നമ്മളൊന്ന് ഇങ്ങനെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ, ബോധപൂർവം ഒന്ന് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അനാവശ്യ ചിന്തകൾ, ഓവർ തിങ്കിങ് ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് പ്രസന്റ് മൊമെന്റിൽ നിലനിൽക്കാൻ സാധിക്കും. അതിനുള്ള ഒരു എളുപ്പ വഴികളാണ് നിങ്ങൾ
യാത്ര ചെയ്യുന്ന സമയത്ത്, പുറത്തിറങ്ങുന്ന സമയത്ത് ബോധപൂർവം അവിടെ കാണുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ കൊണ്ടുവരിക. കണ്ണുകൊണ്ട് ശ്രദ്ധ കൊണ്ടുവരിക. അപ്പോൾ പലതും നിങ്ങൾ കാണാത്ത പലതും കാണും. കാണാത്ത, മുമ്പ് ശ്രദ്ധിക്കാത്ത ബിൽഡിങ്ങുകൾ, മുമ്പ് ശ്രദ്ധിക്കാത്ത മരങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, ഓ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു മരം ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അതുവരെ നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെ ചിന്തകളിൽ ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ എൻ്റെ കണ്ണിനെ ആക്റ്റീവ് ചെയ്യാൻ പോവുകയാണ് എന്നൊരു നിർദ്ദേശം കൊടുത്ത് ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾ യാത്ര ചെയ്യുകയോ നടക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന നിങ്ങൾ കാണുന്ന കാര്യങ്ങളിലേക്ക് ബോധപൂർവം ഒരു ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. ഈ മനസ്സിൻ്റെ ആക്ടിവിറ്റി ഒരല്പം കുറയ്ക്കുവാൻ സാധിക്കും. അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കുന്ന ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. എന്തൊക്കെ ശബ്ദങ്ങളാണ് എനിക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്? അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്രസൻറ്റ് മൊമെൻ്റ് അവെയർനെസ് നമുക്ക് കൂടുതൽ നിലനിർത്താൻ സാധിക്കുകയും നമ്മുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ഊർജ്ജമൊക്കെ വർദ്ധിച്ചു വരികയും ചെയ്യും. തിങ്കിങ്ങിലൂടെ കുറേ അനാവശ്യ ചിന്തകൾ ചിന്തിച്ച് കൂട്ടുന്നതിലൂടെ നമ്മുടെ എനർജിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ, മാനസികമായിട്ടുള്ള എനർജി, ശാരീരികമായിട്ടുള്ള എനർജി ഇതൊക്കെ കുറഞ്ഞു വരുന്നു ഒരുപാട് നമ്മൾ ചിന്തിച്ചു കൂട്ടുമ്പോൾ. എന്നാൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഈ നിമിഷത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എനർജി വർദ്ധിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് ആക്റ്റീവ് ചെയ്യുക, ശരീരത്തെ ഒബ്സർവ് ചെയ്യുക, ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ എപ്പോഴും ഏത് നിമിഷവും പ്രത്യേക പ്രയത്നമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ഒരാഴ്ചയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ വലിയ തോതിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് മൊമെൻ്റ് അവെയർനെസ് ലഭിക്കുന്നത്. അങ്ങനെ ഈ നിമിഷത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അത് മനസ്സിലെ ഭാരം കുറയ്ക്കുന്നതിന്, അസ്വസ്ഥത കുറയ്ക്കുന്നതിന്, നെഗറ്റീവ് തിങ്കിങ് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും. ഇനി നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. എലിമിനേഷൻ എന്ന് പറയും. നമ്മൾക്ക് ആകെ ഒരു ബ്രെയിനേ ഉള്ളൂ. ഈ ബ്രെയിന് അപാര ശക്തിയുണ്ട്. പക്ഷേ ഇതിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിറച്ചാൽ, ഒരുപാട് ഇൻഫർമേഷൻ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം ഈ ചിന്തകളും നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുന്ന, ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ചിന്തകളും ഇൻഫർമേഷനും ഇത് പ്രോസസ്സ് ചെയ്ത് ബ്രെയിനിന് വിശ്രമിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എത്രമാത്രം ഒരുപാട് സ്റ്റിമുലേഷനും ഇൻഫർമേഷനും കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ബ്രെയിൻ ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രെയിനിന് ലക്ഷ്യങ്ങൾ നേടുക, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക, ഫോക്കസ് ചെയ്യുക, ചിന്തിക്കുക, ശരിയായ കാര്യങ്ങൾ ചിന്തിക്കുക, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, ഇതിനൊന്നും സാധ്യമല്ല. പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുക, ഇതൊന്നും സാധ്യമല്ല. കാരണം ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ ഓരോ ദിവസവും കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ കൂടുതലും ലഭിക്കുന്ന ഒരു ഒരു ഒബ്ജക്റ്റാണ് നമ്മുടെ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ നിങ്ങൾ എത്രമാത്രം ഉപയോഗിക്കുന്നുവോ, പ്രത്യേകിച്ച് റീൽസ്, ഷോർട്സ്, വാട്സപ്പിൽ എപ്പോഴും വരുന്ന മെസ്സേജുകൾ, ഇങ്ങനെ സോഷ്യൽ മീഡിയ നമ്മൾ എത്രമാത്രം കൂടുതൽ ഉപയോഗിക്കുന്നുവോ, പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾ കാണുക, കമൻറ്റുകൾ നോക്കുക, നമ്മളും കമൻറ്റ് എഴുതുക, ആളുകളുമായിട്ട് എപ്പോഴും റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൈകാര്യം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കുറേ, ബ്രെയിനിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കുക ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ വളരെയധികം വർദ്ധിപ്പിക്കുക, വൈബ്രേഷൻ വളരെ വേഗത്തിലാക്കുക, മനസ്സിൻ്റെ പ്രവർത്തനം വളരെ വേഗത്തിലും സ്പീഡിൽ നടത്തുക. ഇതൊക്കെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിന്, ബ്രെയിനിന് സ്വസ്ഥമായിട്ടിരിക്കാനോ കൂളാവാനോ ഉള്ള അവസരം ലഭിക്കുന്നില്ല. പിന്നെ പല ആളുകളും മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഇൻഫർമേഷനൊക്കെ ഉറങ്ങുമ്പോഴും ബ്രെയിൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ സാധിക്കും? അപ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് ടെൻഷനാണ്, എനിക്കറിയില്ല എങ്ങനെ എൻ്റെ ടെൻഷൻ മാനേജ് ചെയ്യും, എൻ്റെ നെഗറ്റീവ് തിങ്കിങ് എങ്ങനെ മാനേജ് ചെയ്യും, എൻ്റെ ലക്ഷ്യങ്ങൾ അതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും, ഒന്നിലും ശ്രദ്ധ കിട്ടുന്നില്ല, ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഡിസ്റ്റർബ്ഡ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിനിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്.
എന്ത് കാര്യങ്ങളും നേടിയെടുക്കാനുള്ള അപാരമായിട്ടുള്ള കഴിവുണ്ട്. നമുക്ക് വരുന്ന ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള കഴിവും അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തി തരുവാനുള്ള കഴിവൊക്കെ നമ്മുടെ ബ്രെയിനിന് ഓൾറെഡി ഉണ്ട്. പക്ഷേ ബ്രെയിനിന് നമ്മൾ വിശ്രമം നൽകാതെ എപ്പോഴും സ്റ്റിമുലേഷനായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ബ്രെയിന് ശാന്തമാകാൻ സാധിക്കുന്നില്ല. ശാന്തമായ ബ്രെയിനിനെ അതിൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നതിന്, ക്രിയേറ്റീവ് ആക്കുന്നതിന്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ കുറയ്ക്കുക. പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയാസ് ഉപയോഗിച്ച് ചെറിയ ചെറിയ ഷോർട്സ് കാണുക. ഒരു 5 മിനിറ്റ് നമുക്ക് ചില ഇൻഫർമേഷൻ കിട്ടുന്നതിനുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്സ്, റീൽസ് കാണുന്നത് ഒഴിവാക്കി ലോങ് വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്രെയിന് കൂടുതൽ കൂളായി മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്ന ഇത്തരം വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ പഠിക്കുവാൻ സഹായിക്കും. നിങ്ങളുടെ തന്നെ പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അല്ലാത്തിടത്തോളം നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയ ഷോർട്സുകൾ, റീൽസുകൾ, അതുപോലെ രാഷ്ട്രീയ ചർച്ചകൾ, പല സ്പർദ്ധയുണ്ടാക്കുന്ന വീഡിയോസ്, ഇതൊക്കെ കാണുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റോ എൻ്റർടൈൻമെൻറ്റോ ലഭിച്ചേക്കാം. പക്ഷെ അത് നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ശാന്തമായി നിലനിൽക്കുന്നതിന് പകരം അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. അങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിന്, ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ കൂടുതൽ അസ്വസ്ഥമാവുക, നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷനാവുക, ഇങ്ങനെയുള്ള നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പകരം അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയ ഇത്തരം കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യുക. ലിമിറ്റഡ് യൂസേജ് ആയിരിക്കട്ടെ. അതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്നും നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ സാധിക്കില്ല. അതിനകത്ത് നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകണം എന്നല്ല, പക്ഷേ നമ്മളൊരു മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെയും മാനേജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓരോ ദിവസത്തിലും നമുക്ക് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. ആ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ പലപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അത് സാധ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അതൊക്കെ നിങ്ങൾക്ക് ഒരു ജേണലായിട്ടൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ മനസ്സിനെയൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ വളരെ സഹായിക്കും. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിനെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിർത്തി ജീവിതം വളരെ സന്തോഷകരവും സമാധാനപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും. താങ്ക് യു.